ഞാൻ എന്തൊക്കെ ആക്സസറീസ് എൻ്റെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ ആദ്യമായിട്ട് ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പ് പക്ഷേ സത്യം പറഞ്ഞാൽ ഇത്തിരി ഷോക്കായി പോയി. പിന്നെ ഇതുപോലെ നമ്പർ പ്ലേറ്റിൻ്റെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മഡ് ഫ്ലാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഡോറിൽ ഒരു ചെറിയൊരു ഡോർ പാഡ്. പിന്നെ ഇതൊരു റെയിൻ ഗാർഡാണ് ഡോറിൽ വരുന്നത്. പിന്നെ നമ്മളൊരു ബൂട്ട് മാറ്റ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മുടെ മാരുതി തന്നെയാണ് വാങ്ങിയതാണ്. എല്ലാ ആക്സസറീസും മാരുതി തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ലെതർ സീറ്റ് കവറാണ്. എൻ്റെ ഫ്രണ്ടും കൂടെ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിലെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു മൗണ്ടൻ്റെ ഒരു ചെറിയൊരു എംബ്ലം പോലെയുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റിയറിംഗ് കവർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 70 മാറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തവും ചെളിയടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ഇതെടുത്ത് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് അധികം മണ്ണും ചെടിയൊന്നും ആവത്തില്ല. പിന്നെ ബാക്കിലെ മാറ്റ് കാണിച്ചു തരാം. ബാക്കിലെ മാറ്റ് ഇങ്ങനെ ഒരു സിംഗിൾ പീസായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഇരിക്കും, സിംഗിൾ പീസാണ്. പിന്നെ നമ്മുടെ സീറ്റ് കവറിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു പൗച്ച് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ ബുക്കോ മൊബൈലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. 2 ഇതിലും വരുന്നുണ്ട്, 2 സീറ്റിലും വരുന്നുണ്ട്. ഇനി ഈ സീറ്റ് കവറിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുമ്പം എല്ലാവർക്കും ഫീൽ ചെയ്യത്തില്ല, ഡ്രൈവറിന് മാത്രമാണ്. നല്ല ചൂടടിക്കും. അപ്പോൾ ബാക്ക് ലോവർ ബാക്കൊക്കെ ഒത്തിരി വിയർത്തിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ലോങ് ഡിസ്റ്റൻസൊക്കെ പോകുമ്പം ഇവിടെ നല്ല സപ്പോർട്ടാണ്, പക്ഷേ നമുക്ക് ലോവർ ബാക്ക് ഇത്തിരി വിയർക്കും. പക്ഷേ ബാക്കി പാസഞ്ചേഴ്സിനൊക്കെ പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിരിക്കുമ്പം കാറ്റ് കൊള്ളുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. പക്ഷേ ഡ്രൈവറിന് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഒരേ ഇരിപ്പ് ഇരിക്കുമ്പം വിയർക്കാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനൊരു പ്രശ്നം തോന്നുന്നുണ്ട്. പിന്നുള്ളത് ഈ നെക്ക് റെസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ മാരുതി തന്നെ വാങ്ങിയതാണ്. നെക്ക് റെസ്റ്റ് കുഴപ്പമില്ല. പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ ഒരു കുഷൻ വരുന്നുണ്ട്. ഇതും കുഴപ്പമില്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. പക്ഷെ ഒരുപാട് സോഫ്റ്റ് അല്ല. മാർക്കറ്റിലൊക്കെ അത്യാവശ്യം കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇത് കുറച്ച് ഒരു ലെതർ ടൈപ്പാണ്. പിന്നെ ഈ ഒരു കീയുടെ ഒരു കീ ഫോബ് കവർ, ഇത് ഞാൻ ആക്ച്വലി ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിയതാണ്. ഏതാണ്ട് 150-160 രൂപയായി. ഞാനൊരു 2 വാങ്ങിയിട്ടുണ്ട്. മറ്റേത് ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ നമ്മുടെ വാങ്ങിച്ചപ്പോൾ തന്നെ ഈ സ്ക്രീനിൽ കവർ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അത് മാറ്റിയിട്ട് അതും ഓൺലൈൻ ഒരെണ്ണം വാങ്ങണം. അത് വാങ്ങിയിട്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം.